കാസർഗോഡ് ജില്ലയിൽ ദേശീയപാതയിൽ 56 ഇടങ്ങളിൽ അപകട സാധ്യതയെന്ന റിപ്പോർട്ട് വന്നത് നിങ്ങൾ അറിഞ്ഞോ? ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടേതാണ് കണ്ടെത്തൽ. കാലവർഷത്തിന് മുൻപ് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് കളക്ടർ നിർമ്മാണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. സാരംഗ് സുരേഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ കാലവർഷത്തിന് മുൻപ് തന്നെ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നത്? ഇനി 2 ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തുമെന്ന് പറയുന്നു. മാത്രമല്ല, അതിനു മുന്നോടിയായി നിർത്താതെ പലയിടങ്ങളിലും മഴ പെയ്തുകൊണ്ടുമിരിക്കുന്നു. സാരംഗ്, നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി ഈ റോഡിലുള്ള നിർമ്മാണത്തിലെ അപാകതകളെ കുറിച്ചും അപകട സാധ്യതകളെ പഠിക്കാനായി ഒരു വിദഗ്ധ സമിതി ചുമതലയേൽക്കുന്നത്. അവർ വിശദമായ പഠനം നടത്തി വിവിധ അപകട സാധ്യത നിലവിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വ്യാപക പരാതികളുള്ള സ്ഥലങ്ങളിലും അതില്ലാത്ത സാങ്കേതിക വിദഗ്ധരുടെ ഭാഗത്ത് നിന്ന് സ്പോട്ട് ചെയ്ത പരിശോധന നടത്തി. അങ്ങനെയാണ് 56 ഇടങ്ങളിൽ ഇത്തരത്തിൽ വലിയ അപകട സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നത്. പലയിടങ്ങളിലും സർവീസ് റോഡിൽ ഒരവസ്ഥ നിലവിൽ ഏറെ വിചിത്രമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. പലയിടങ്ങളിലും നിലവിൽ ദേശീയപാതയുടെ പണി പൂർത്തിയായ സ്ഥലങ്ങളിൽ റോഡിൽ വെള്ളം വീഴുന്ന ഒരു അവസ്ഥയുണ്ട്. പല സ്ഥലത്തും വെള്ളക്കെട്ടുകൾ വന്ന് ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും യാത്ര ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പല സ്ഥലത്തും ഈ 56 ഇടങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയപ്പോൾ അത് വിള്ളൽ എന്ന അതിന്റെ ശക്തിക്കുറവ് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഈ റോഡിന്റെ ചരിവിലും പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതൊക്കെ അങ്ങനെ ആയിരിക്കില്ലേ? ഏതായാലും ഈ നമുക്ക് ദേശീയപാത എന്നതൊരു വലിയ ദുരന്തമായി പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ കാലവർഷം വരും. 2 ദിവസത്തിനുള്ളിൽ കാലവർഷം വരും. അപ്പോൾ അതിനുള്ളിൽ എങ്ങനെയാണ് ഇതൊക്കെ പരിഹരിക്കുക എന്നത് വലിയ ആശങ്ക ഇതിനോടൊപ്പം തുടരുകയും ചെയ്യുന്നു. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.